നമസ്കാരം. പതിരും കതിരും. യേശുദാസ് പാടിയ പഴയ ഒരു പാട്ടിലെ വരികൾ ഓർത്തുപോയി. ധർമ്മനീതികൾ താടി വളർത്തി തപസ്സിരിക്കുന്നു. തത്വശാസ്ത്രങ്ങൾ ഏതോ ചിതയിൽ കത്തിയെരിയുന്നു. പ്രത്യയശാസ്ത്രമെല്ലാം ജനാധിപത്യത്തിൻ്റെ ചിതയിൽ കത്തിയെരിഞ്ഞതോടെ ഇടതുപക്ഷത്ത് ഇപ്പോൾ വെറും 35 കനലുകളാണ് അവശേഷിക്കുന്നത്. ഇതിൽ ചില ധർമ്മനീതിക്കാരുണ്ട്. അവർ ഈ പ്രത്യേക സാഹചര്യത്തിൽ താടി വടിച്ചും വളർത്തിയും സഭയിൽ മരവിച്ചിരിക്കുകയാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഇവരുടെ വിപ്ലവ വീര്യം അങ്ങ് കൂടും. അത്തരത്തിലുള്ളൊരു തെറിപ്പൻ വിപ്ലവകാരിയാണ് VK സനോജ് MLA. DYFIയുടെ കൂട്ടത്തിലുള്ള ഒരെണ്ണം പോലും മേൽഗതി പിടിച്ചില്ലെങ്കിലും ഭാഗ്യത്തിന് മട്ടന്നൂരിൽ ശൈലജയെ കുരുതിക്കുഴിഞ്ഞ് ജയിപ്പിച്ചെടുത്തതാണ് ഈ സനോജിനെ. സതീശ, മര്യാദയ്ക്ക് അദാനിയിൽ നിന്നും വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തോ, ഇല്ലെങ്കിൽ DYFI തെരുവിലിറങ്ങാൻ സമ്മതിക്കില്ല എന്നാണ് സനോജിൻ്റെ ഭീഷണി. കേരളത്തിലെ തെരുവിൻ്റെ എല്ലാം അധികാരം DYFI ഏറ്റെടുത്തു കഴിഞ്ഞു. അല്ല സനോജെ, സതീശനോട് ഈ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങളുടെ ക്യാപ്റ്റനോടും കുടുംബത്തോടും പറയാതിരുന്നത്? കരിമണൽ കറുത്തയുടെ കയ്യിൽ നിന്നും വാങ്ങി പുട്ടടിച്ചതും നിക്ഷേപിച്ചതും തിരിച്ചു കൊടുക്കാൻ പറയണമായിരുന്നു ആദ്യം. ഇപ്പോഴെന്താ സനോജെ അദാനിക്ക് ഇത്ര അയിത്തം വന്നത്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് അദാനി അവർ പാർട്ട്ണർ എന്നല്ലേ അഭിമാന പുരസ്സരം അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന VN വാസവൻ പറഞ്ഞത്? അത് കേട്ട് മോദിജി ചിരിച്ചു തോർക്കുന്നില്ലേ? കഴിഞ്ഞ സർക്കാർ മദ്യത്തിന് വില കൂട്ടിയപ്പോഴും സകലമാന ടാക്സുകളും വർദ്ധിപ്പിച്ചപ്പോഴും സനോജിൻ്റെ താടി വിറച്ചില്ല. 102 സീറ്റ് കൊടുത്ത് ജനം അധികാരത്തിലേറ്റിയ ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ല പോലും. ഇതെന്താ സനോജിനും വസീഫിനുമൊക്കെ സ്ത്രീധനം കിട്ടിയതാണോ ഈ വഴിയെല്ലാം? അധികാരമില്ലാതാക്കിയതിൻ്റെ കലിയെല്ലാം പൊതുജനത്തിനോട് തീർക്കാനാണ് ഈ സമരാഭാസങ്ങൾ. കഴിഞ്ഞ 10 വർഷം ഈ നാട്ടിലുണ്ടായ ബാറുകൾ എത്ര, ബിയർ പാർലറുകൾ എത്ര? കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. അന്നൊന്നും ഇവന്മാർക്ക് അനക്കമില്ലായിരുന്നു. ഇപ്പോഴത്തെ ജനത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം DYFIക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു പോലും. സതീശൻ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തത് അദാനിയുമായി എന്തോ രഹസ്യ ഇടപാടിനാണ് പോലും. മേടിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഇവന്മാർ CCTVയിലൂടെ കണ്ട തരത്തിലാണ് പറച്ചിൽ. AKG സെൻറ്ററിൽ നിന്നും അദാനിയും സംഘവും ഇറങ്ങിപ്പോകുന്നതൊക്കെ ജനം പകൽ വെളിച്ചത്തിൽ തന്നെ കണ്ടതാണ്. അതെന്തിനായിരുന്നു സനോജെ? സുഖമില്ലാതെ അവിടെ കിടന്ന മാർക്സിനെയും എംഗൽസിനെയും സന്ദർശിക്കാൻ വന്നതാണോ? 10 വർഷം AKG സെൻറ്ററിലും പിണറായി വിജയൻ്റെ വീട്ടിലും കയറി ഇറങ്ങുകയായിരുന്നു അദാനിയും സെറ്റുകാരും. സംഘികളായ ഗവർണർമാർക്ക് വിരുന്നൊരുക്കി വെച്ചിട്ട് വിജയനും കുടുംബവും അങ്ങ് വിളിയോട് വിളിയായിരുന്നു. ഗവർണറെ വിളിച്ചുകൊണ്ട് ഡൽഹിയിൽ ചെന്ന് നിർമ്മലാ സീതാരാമന് രഹസ്യ വിരുന്ന് നൽകി ചർച്ച നടത്തി. അതൊക്കെ എന്തിനാണെന്ന് ഇതുവരെ പിണറായി ആരോടും പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നത് പോലെ 40 വാഹനങ്ങളുടെ അകമ്പടി എങ്ങനെയെങ്കിലും സതീശൻ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അത് പറഞ്ഞ് വീണ്ടും ആക്ഷേപിക്കണം. അതിനാണ് സനോജിൻ്റെയും DYFIക്കാരുടെയും ഒക്കെ ഈ ഭീഷണിയെല്ലാം. സതീശൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുട്ടുകാല് തല്ലിയോടിക്കുമെന്ന് പറഞ്ഞ ആളാണ് DYFI നേതാവായ വസീഫ്. ഒന്ന് പോടാ ചെറുക്ക എന്നായിരുന്നു സതീശൻ അതിന് മറുപടി നൽകിയത്. അതോടെ ആ ഒടിക്കലങ്ങ് തീർന്നു. വെറുമൊരു തെരുവ് കൊണ്ടയെപ്പോലെ അധപ്പതിച്ചിരിക്കുകയാണ് വസീഫ്. DYFIക്കെതിരെ ഇനിയും വാർത്ത കൊടുത്താൽ ഞങ്ങളുടെ സംരക്ഷണം മാധ്യമപ്രവർത്തകർക്ക് കിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഭീഷണിപ്പെടുത്തൽ. ED സംഘത്തെ വിരട്ടിയോടിക്കാൻ ചെന്ന കൂട്ടത്തിൽ ഈ വസീഫും ഉണ്ടായിരുന്നു. CBI ഡയറിക്കുറിപ്പിൽ പ്രതാപേന്ദ്രൻ പറയുന്നത് പോലെ ഇറങ്ങി വാടാ ED എന്നൊക്കെ ഇയാൾ വിളിക്കുന്നത് കേട്ട ചിരിയാണ് തോന്നുക. ഈ DYFIയുടെ ചിണുങ്ങാണ്ട് നേതാക്കന്മാരായ ചിലരുണ്ട്. അവരുടെ ഭീഷണി അറിയാലോ, DYFIയെ അറിയാലോ, DYFI ഇറങ്ങിയാലുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷവും പോലീസിൻ്റെ തല്ലുകൊള്ളാതെ മേലനങ്ങാതെ നടന്നവന്മാരാണ് ഈ DYFI നേതാക്കന്മാർ. ഇനിയും വെല്ലുവിളിക്കാനും ഗുസ്തി പിടിക്കാനും ഗുണ്ടായുസത്തിനും ഇറങ്ങിയാൽ പുറം പൊളിയും നിങ്ങളുടെ. സനോജ് MLA ആയ സ്ഥിതിക്ക് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വസീഫിന് MP ആകണ്ടേ? അതിന് ഇത്രയൊന്നും വീര്യം പോരാ, കൂടുതൽ പൊങ്ങണം. അല്ല സനോജെ, ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. 10-29 ബാറുണ്ടായിരുന്ന കേരളത്തിൽ അതിൻ്റെ എണ്ണം 889 ഉയർത്തണമെങ്കിൽ നല്ലതുപോലെ വല്ലതും തടഞ്ഞു കാണില്ലേ നിങ്ങളുടെ നേതാക്കൾക്ക്? രാത്രി 9 മണി വരെയും 10 മണി വരെയും ഒക്കെ തുറന്നിരുന്ന ബാറുകൾ 12 മണി വരെ തുറക്കാൻ അനുവാദം കൊടുത്തപ്പോൾ ഒന്നും കിട്ടിയില്ലേ? അതിൻ്റെ പങ്കെല്ലാം നിങ്ങൾ അന്നത്തെ പ്രതിപക്ഷത്തിനും പങ്കുവെച്ചായിരുന്നോ? DYFIക്കാരും മദ്യപിക്കാറില്ല എന്നാണ് റഹീമൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത കാര്യത്തിൽ വേവലാതി കൊള്ളുന്നത്? ഗോവിന്ദൻ ഒരിക്കൽ പറഞ്ഞത് പാർട്ടി അംഗങ്ങൾ ആരും മദ്യപിക്കാൻ പാടില്ല, അത്തരം ശീലമുള്ളവർ അനുഭാവികളായി മാറി നിൽക്കട്ടെ എന്നായിരുന്നു. പിന്നെ ആർക്ക് കുടിക്കാൻ വേണ്ടിയാണ് 889 ബാറുകൾ ഈ കേരളത്തിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? കോൺഗ്രസ്സുകാരും BJPക്കാരും കുടിച്ചു മരിക്കട്ടെ എന്ന് കരുതിയായിരിക്കുമോ?
പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുറക്കാൻ ചില്ലറ കുത്തിക്കരണം മറിച്ചിലല്ലായിരുന്നു ഇടതുപക്ഷം നടത്തിയത്. ആ ഇടപാട് നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിച്ചത്, എത്രയാണ് വാങ്ങിയത്? കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന മട്ടിലാണ് SFIക്കാരെയും DYFIക്കാരെയും നേതാക്കന്മാർ കൊണ്ടു നടക്കുന്നത്. ഇവന്മാർ പുറത്തെങ്ങും ഒരു ജോലിക്ക് പോലും പോകരുതാത്ത തരത്തിൽ എങ്ങനെയെങ്കിലും പോലീസ് കേസുകളിൽ തളച്ചിടണം. അതിനുവേണ്ടി ദിവസവും അനാവശ്യമായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുകയാണ്. കൺമുമ്പിൽ കാണുന്നതെല്ലാം തകർക്കാനുള്ള വീര്യമുണ്ട് ഇപ്പോഴും. ED തടഞ്ഞവരാരും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. നിങ്ങൾ മുഴക്കുന്ന ഓരോ ഭീഷണിയും കേൾക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കുകയാണെന്ന വിവരം ഈ നേതാക്കന്മാർക്ക് അറിയാതെ പോകുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണ് പറയുന്നത് മുഖ്യമന്ത്രിയെ തെരുവിൽ തടയുമെന്ന്. ഇത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പെട്ടിയും തൂക്കി അങ്ങ് പോകും. ശമ്പളവും പെൻഷനുമൊക്കെ വാങ്ങി ഇനിയുള്ള കാലം സുഖമായി ജീവിക്കും. നേതാവിൻ്റെ വാക്ക് കേട്ട് തടയാൻ പോകുന്നവൻ്റെ അവസ്ഥ ഭീകരമായിരിക്കും.